എന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പാണക്കാട് സയ്യിദ് കുടുംബത്തെക്കുറിച്ച് മുഴുവൻ ആളുകൾക്കും അറിയാം. അവരുടെ നായകനായി നമ്മുടെ ഈ കേരളത്തിലേക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ വരുമ്പോൾ അവരുടെ പൂർവികനായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. യമനിലെ ഹദറമൗത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ രമ്യമാക്കലായിരുന്നു. നമുക്കറിയാം, പാണക്കാട്ടെ പൂക്കോയ തങ്ങളുള്ള കാലത്തും അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള കാലത്തും ജനങ്ങൾക്കിടയിലുണ്ടാകുന്ന ഭിന്നിപ്പുകളെ യോജിപ്പിക്കുക എന്നതായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടി തൻ്റെ ചൊവ്വാഴ്ചകൾ നീക്കിവെച്ചുകൊണ്ട് രണ്ട് വഴിക്കായി വരുന്ന ആളുകളെ ഒരു വഴിക്ക് തിരിച്ചുവിട്ടിരുന്ന ആ മനോഹരമായ പെരുമാറ്റം, പ്രവർത്തനം, അതിനുവേണ്ടി ഉറക്കൊഴിച്ചും അധ്വാനിച്ചും ഒരുപാട് ശ്രമിച്ച ഒരു കുടുംബം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും സക്കാത്ത് കൊടുത്താലും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു ഉയർന്ന പദവി ലഭിക്കുന്ന വലിയൊരു പദവി നിങ്ങൾക്ക് ലഭ്യമാകുന്ന പ്രവർത്തനം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് അതെ എന്ന് പറഞ്ഞ മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ചെറിയൊരു വാക്കാണ്, ഇസ്ലാഹു ദാത്തിൽ ബൈൻ. രണ്ടാളുകളെ തമ്മിൽ രഞ്ജിപ്പിക്കുക, ഭിന്നിച്ചു നിൽക്കുന്നവരെ രഞ്ജിപ്പിക്കുക. അതാരാണെങ്കിലും ശരി, അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അവരെ മുഴുവൻ യോജിപ്പിക്കുന്നൊരു പ്രവർത്തനം. ഇന്ത്യ മഹാരാജ്യത്ത് നോർത്ത് ഇന്ത്യയിൽ മാത്രം പരിചയമുള്ള വർഗീയത കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ആ വർഗീയതയ്ക്കെതിരെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ, മനസ്സുകളെ ഒന്നിച്ചു നിർത്താൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇറങ്ങുമ്പോൾ അത് മലപ്പുറം ജില്ലയിലെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരിക്കും എന്ന് തീർച്ചയായും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കുടുംബത്തിനുള്ള അർഹതയുണ്ട്. ആ അർഹതയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ സമൂഹത്തോട് കാണിക്കുന്നത്. ആ കുടുംബം പരിശുദ്ധ പ്രവാചകരുടെ പരമ്പരയാണ്. ആ കൃത്യമായ പരമ്പരയിൽ ആ പ്രവാചക ദൗത്യമാണ് നിർവഹിക്കപ്പെടുന്നത്. കേവലം ഇതിനെ രാഷ്ട്രീയ ദൗത്യമായി കാണരുത്. ഇതൊരു പ്രവാചക ദൗത്യം തന്നെയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചത് ലൻ തുഅ്മിനൂ ഹത്താ തർഹമൂ എന്നാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ, നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നവരെ നിങ്ങൾ ആരും മുഅ്മിനുകൾ അഥവാ വിശ്വാസികളല്ല. പരിശുദ്ധ പ്രവാചകർ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് തിരിച്ചൊരു മറുപടി പറഞ്ഞു, ഞങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് നബിയെ. പ്രവാചകർ തിരുത്തി പറഞ്ഞു, ലൈസ ബി റഹ്മത്തി അഹദിക്കും സാഹിബഹു. നിങ്ങൾ ആൾക്കാരെ സ്നേഹിക്കുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത്. നമ്മൾ ആൾക്കാരെ സ്നേഹിക്കും, സ്വാഭാവികമല്ലേ. വലാകിൻ റഹ്മത്തുന്നാസിൽ ആമ്മ, നിങ്ങൾ പൊതുവായി സ്നേഹം കാണിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ജാതി മതസ്ഥരോടും സമൂഹത്തോടും പ്രകൃതിയോടും ഒരു ചെടിയോല് പോലും ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളോടും ജീവജാലങ്ങളോട് പോലും നിങ്ങൾ കരുണ പുലർത്തണം, സ്നേഹം പുലർത്തണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ എന്ന് പറഞ്ഞാൽ മതമാണ്. മതം എന്ന് പറഞ്ഞാൽ ദീനാണ് എങ്കിൽ ആ ദീനിൻ്റെ അർത്ഥം അദ്ദീനു അൻ നസീഹ. മതം എന്നാൽ ഗുണകാംക്ഷയാണ്. ഈ ഗുണകാംക്ഷ എന്നതിൻ്റെ നിർവചനം എന്താണ്? ദീനു അൻ നസീഹ എന്ന് പറഞ്ഞാൽ നസീഹ എന്നതിൻ്റെ ഗുണകാംക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങൾ പലതലത്തിൽ വ്യാഖ്യാനിച്ച കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് എന്താണ്? ത്വലബുൽ ഖൈരി ലിഗൈരിഹി എന്നാണ്. മറ്റുള്ളവർക്ക് ഗുണം ആഗ്രഹിക്കുക. മറ്റുള്ളവൻ്റെ ഗുണം ഞാൻ ആഗ്രഹിക്കണം, മറ്റുള്ളവന് ഗുണം വരുന്നത് എനിക്ക് കെറുവായി തോന്നാൻ പാടില്ല. അതാണ് മതം. അങ്ങനെ മറ്റുള്ളവന് ഗുണം വരട്ടെ എന്ന് മനസ്സിൽ ഒരുത്തൻ ചിന്തിക്കുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ നല്ലവനായ മനുഷ്യൻ, അവനാണ് ദീനുള്ളവൻ. ആ ദീനുള്ള മനുഷ്യൻ സ്വാലിഹാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വാലിഹി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നല്ലവൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അതിനെയും വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലദീ യഖൂമു ബി ഹുഖൂഖില്ലാഹി വ ബി ഹുഖൂഖിന്നാസ്. അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നവൻ. ജനങ്ങൾക്ക് അവകാശമുണ്ട്, ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. മുസ്ലിമിന് മാത്രമല്ല, എല്ലാ ജാതിക്കുമുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞു, അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച പരിശുദ്ധ ഖുർആൻ്റെ സൂക്തം. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, വലൗ ശാ റബ്ബുക, നിങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമിഅ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിൽ വിശ്വസിച്ച് ഒരേ മതക്കാരാവും. രണ്ടാമത്തെ ഒരു മതം ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു അത് ഉദ്ദേശിച്ചില്ല. അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കാത്തത് കൊണ്ട് പ്രവാചകരോട് അള്ളാഹു ചോദിച്ച ചോദ്യമാണ്, അഫ അന്ത തുക്രിഹുന്നാസ, നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഹത്താ യകൂനു മുഅ്മിനീൻ, ജനങ്ങളൊക്കെ മുഅ്മിനാകാൻ വേണ്ടി. അപ്പോൾ ഒരാൾ മുഅ്മിനാകാൻ വേണ്ടി, വിശ്വാസിയാകാൻ വേണ്ടി അവനെ നിർബന്ധിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിർബന്ധം മുസ്ലിം സമൂഹത്തിൻ്റെ അജണ്ടയിലില്ല, ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യ ഭരിച്ച രാജാക്കന്മാരുടെ കഥകൾ, ചരിത്രങ്ങൾ പഠിച്ചു നോക്കും നിങ്ങൾ. 1206 കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ കാലം തുടങ്ങി 857 നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ബഹദൂർ ഷാ സഫറിൻ്റെ കാലഘട്ടം വരെ ഏകദേശം 651 കൊല്ലം കൃത്യമായി
നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിയപ്പോൾ 48 മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടെന്ന ചരിത്രം പറയുന്നത്. ഒരാൾ പോലും ഒരു പ്രദേശം വളച്ചു കെട്ടിയിട്ട് ആ മുസ്ലിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പൗരത്വ നിയമം നടപ്പാക്കിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ അവരുടെ ചിട്ട അത് പാലിച്ചവരുമുണ്ട്, പാലിക്കാത്തവരുമുണ്ട്. അവിടെ കൃത്യമായി നമ്മൾ കാണുന്നത് ആ രാജാക്കന്മാരൊക്കെ ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ കൊടുത്തു. സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ബാബർ സംഘടന നടത്തിയെന്ന് ചരിത്രം പറയുമ്പോൾ ബാബറെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആരാ? റാണ ജയ്സിംഗ്. എന്തിനാണ് റാണ ജയ്സിംഗ് കൊണ്ടുവന്നത്? റാണ ജയ്സിംഗ് ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത് അന്ന് ഇബ്രാഹിം ലോധിയോട് പൊരുതാനാണ്. ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് സംഘടന. ബാബറെ പുറത്തുനിന്ന് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്, ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഹിന്ദു രാജാവ്. അപ്പോൾ സംഘടനകൾ മതകീയമല്ല, സംഘടനകൾ രാഷ്ട്രീയമായിരുന്നു. മുഹമ്മദ് ഗോറി വന്നല്ലോ. മുഹമ്മദ് ഗോറി വന്നിട്ട് ആദ്യം തന്നെ അജ്മീറിലെ രാജാവിനെ ആക്രമിച്ചിട്ടാണ് ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്നത്. അജ്മീറിലെ പൃഥ്വിരാജനെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് ഗോറിക്ക് ഇന്ത്യയിലേക്ക് പാത ഒരുക്കി കൊടുത്താരാ? കന്നൗജിലെ ജയചന്ദ്ര രാജാവാണ്. ജയചന്ദ്രൻ വിളിച്ചിട്ടാണ് ഇയാൾ വരുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിനെ വരുത്തുന്നത് അമുസ്ലിം രാജാവ് ഇവിടെ കുടിപ്പക തീർക്കാൻ. അതിലൊക്കെ രാഷ്ട്രീയം മാത്രം കണ്ടാൽ മതി. ഈ രാജ്യത്ത് സംഘടനകളും സമരങ്ങളുമൊക്കെ എല്ലാ ആളുകളും നടത്തിയിട്ടുണ്ട്. കലിംഗ യുദ്ധമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധമായി പഴയ കാലഘട്ടത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. ആ കലിംഗ യുദ്ധത്തിൻ്റെ ചരിത്രം നോക്കൂ. BC 261 കലിംഗ യുദ്ധം നടത്തി. മൗര്യ ചക്രവർത്തി അശോകനാണ് കലിംഗ യുദ്ധം നടത്തിയത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ. അന്ന് 1,00,000 ആളുകളാണ് മരിച്ചത്, 1,50,000 ആളുകൾക്കാണ് പരിക്ക് പറ്റിയത്. ആ ഒരൊറ്റ യുദ്ധത്തിൻ്റെ കാരണത്താലാണ് അശോക ചക്രവർത്തിക്ക് മനപരിവർത്തനമുണ്ടായത്. അയാൾ ബുദ്ധമതം സ്വീകരിച്ചത്. ആ അശോക ചക്രവർത്തിയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രാജമുദ്രയായി അശോക സ്തംഭം സ്വീകരിച്ചത്, സമാധാനത്തിന് വേണ്ടി. 21 ആരക്കാലുകളുള്ള നമ്മുടെ ദേശീയ പതാകയിലെ ആ ചിഹ്നം പോലും നമ്മൾ സ്വീകരിച്ചത് സമാധാനത്തിൻ്റെ സ്തംഭമായിട്ടാണ്. 947 ജൂലൈ 21 നമ്മുടെ രാജ്യം അത് സ്വീകരിച്ച് പതാകയിലേറ്റുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമായി നിൽക്കുകയാണ്. അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചൊരു ഭരണാധികാരി. അശോകൻ എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തവനാണ്. പക്ഷേ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. ഇത്രയും ആളുകൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അവിടെ ഇന്ത്യ ചരിത്രം തന്നെ നമ്മൾ പഠിച്ചാൽ ആ ചരിത്രത്തിൽ കാണുന്നത് സൗഹൃദത്തിൻ്റെ ചിത്രങ്ങളാണ്, ഭിന്നതയുടെ ചിത്രങ്ങൾ. പിന്നീട് നമ്മുടെ രാജ്യത്ത് പലരും ഉണ്ടാക്കി വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ബ്രിട്ടീഷുകാർക്കാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. ഒരു ചെറിയ രാജ്യം നമ്മുടെ രാജ്യത്തെ മൊത്തം ഭരിക്കുകയാണ്. അതിൻ്റെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യ ഭരിക്കണമെങ്കിൽ അത്തരം ഒരു പ്രത്യേക സാഹചര്യം ആവശ്യമായിരുന്നു. ഇന്ത്യക്ക് ആദ്യമായൊരു ചരിത്രം പോലും കൊടുക്കാൻ ഇവിടെ കടന്നു വന്നത് ഒരു മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അബൂ റൈഹാൻ അൽബിറൂനി. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ആദ്യമായി ചെയ്ത പ്രവർത്തനം ഇന്ത്യയുടെ ചരിത്രം പഠിക്കണമെങ്കിൽ സംസ്കൃതം പഠിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം സംസ്കൃതം പഠിച്ചു. സംസ്കൃതം പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഇതുപോലെ സ്വാമിമാരുടെ മഠങ്ങളിൽ പോയി അവരോട് നേരിട്ട് സംവദിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നതിന് ശേഷം അദ്ദേഹം, റഷ്യക്കാരനാണ് അദ്ദേഹം, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരികയാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഈ ചരിത്രങ്ങളെല്ലാം പഠിച്ച് വിപുലീകരിച്ച് അദ്ദേഹം അത് മനോഹരമായി അറബി ഭാഷയിൽ കൃതിയാക്കി. അതാണ് കിതാബുൽ ഹിന്ദ്. കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ പേര് തഹ്കീഖ് മാലിൽ ഹിന്ദ് മിൻ മഖൂലത്തിൻ മഅഖൂലത്തിൻ ഫിൽ അക്ലി ഔ മർദൂല എന്നാണ് അതിൻ്റെ പേര്. അത് പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അതാണ് നമ്മുടെ രാജ്യത്തും ലോകത്തും പ്രസിദ്ധമായ ഇന്ത്യയുടെ ചരിത്ര പുസ്തകമായ എ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് വാട്ട് ഇന്ത്യ സെയ്സ് വെദർ അക്സെപ്റ്റഡ് ഓർ റെഫ്യൂസ്ഡ് എന്ന് പറയുന്ന കൃതി. ആ കൃതി ഇന്ത്യയുടെ ആ ചരിത്രമാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത്. സ്വീകാര്യവും അസ്വീകാര്യവുമായ ഇന്ത്യയുടെ ചൊല്ല് തിരിച്ചറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മഖൂലത്തിൻ മഅഖൂലത്തിൻ ഫിൽ അക്ലി ഔ മർദൂല. ഈ ചരിത്ര ഗ്രന്ഥമാണ് ഇന്ത്യക്ക് ആദ്യമായി അൽബിറൂന് സമർപ്പിച്ചത് സംസ്കൃതം പഠിച്ചിട്ട്. ഈ കൊള്ളക്കൊടുക്കലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സംസ്കാരം അത് ഇന്ത്യ മഹാരാജ്യത്ത് വളരെ നേരത്തെ നടന്നിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചു നോക്കൂ. ഹിജ്റ 826 കശ്മീർ സുൽത്താൻ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സുൽത്താൻ സൈനുൽ ആബിദീൻ. അദ്ദേഹം അറബി ഭാഷയിൽ നിന്ന് പല പാഴ്സി ഗ്രന്ഥങ്ങൾ, അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ അങ്ങോട്ടും പാർസിയിലേക്കും അത് പിന്നീട് ഇന്ത്യയുടെ ദേശീയ ഭാഷയായ ഹിന്ദി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പുസ്തകം എന്ന് പറയാവുന്ന കൽഹറിൻ്റെ രാജതരംഗിണി, ആ രാജതരംഗിണി എഴുതിക്കാൻ പ്രേരിപ്പിച്ചത് ഇദ്ദേഹമാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ രീതിയിൽ സംസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഒരു കൊടുക്കൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി. കാരണം ഇന്ത്യ ഒരു മൾട്ടി റിലീജിയസ് സ്റ്റേറ്റാണ്. ഈ മൾട്ടി റിലീജിയസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ട്, ഒരു മതത്തിന് മാത്രമല്ല. ഈ സൗഹൃദ ചിത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും കണ്ടു, പൗരത്വ സമരം നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു. അന്ന് ഷഹീൻ ബാഗിലെ സമരക്കാർക്ക് കഞ്ഞി വെച്ച് കൊടുത്തിരുന്നത് ഒരു സിഖുകാരനാണ്. അദ്ദേഹം സ്വന്തം ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് അരി കൊണ്ടുവന്ന് കഞ്ഞി വെച്ച്, വിജേന്ദ്ര സിംഗ് എത്ര ആളുകൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തു, പത്രങ്ങളുണ്ടായല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ കലാപം നടന്നു. ഡൽഹിയിൽ കലാപം നടക്കുന്ന സമയത്ത് അന്ന് ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ വേദനിച്ചും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും പത്രത്തിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്, മൊഹീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ബൈക്കിൽ 20 തവണ സഞ്ചരിച്ചിട്ട് അദ്ദേഹം 80 മുസ്ലിങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അക്രമികൾ വരുന്ന വിവരം അറിയുന്ന ഒരു ബൈക്ക് മാത്രമേ അയാളെ കയ്യിലുള്ളൂ. 20 തവണ ബൈക്ക് ഓട്ടിയിട്ട് 80 മുസ്ലിങ്ങളെ ഈ ഹിന്ദുവായ മനുഷ്യൻ രക്ഷപ്പെടുത്തി. ചിന്തിക്കണം നിങ്ങൾ.
സിഖുകാരായ ആളുകളും ഹിന്ദുക്കളും ചേർന്നുകൊണ്ട് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയ ചിത്രമുണ്ട്. മനുഷ്യത്വം എന്ന് പറയുന്നത് ഏത് മനുഷ്യൻ്റെ മനസ്സിലുമുണ്ടാകും. ആ മനുഷ്യത്വം വളരെ പ്രധാനമാണ്. ഈ മനുഷ്യത്വം ലോകത്തെ എല്ലാ മതങ്ങളും, സ്വാമിക്കറിയാമല്ലോ, ഹൈന്ദവ സമൂഹത്തിൻ്റെ മനുഷ്യത്വപരമായ പെരുമാറ്റത്തിൻ്റെ ഉദാത്തമായ മാതൃകകൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ശ്രീകൃഷ്ണ ഭഗവാനാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അവതാരം. വൃന്ദാവന ചരിത്രം പഠിക്കുന്ന സമയത്ത്, ശ്രീകൃഷ്ണ കഥകൾ പഠിക്കുന്ന സമയത്ത് മനോഹരമായിട്ടൊരു കഥ പറയുന്നുണ്ട്. വൃന്ദാവനത്തിലൊരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്ന സമയത്ത് തോഴിമാരുടെ കൂടെ അഥവാ ഗോപികമാരുടെ കൂടെ സല്ലപിച്ച് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നാളെ എനിക്ക് ആദ്യമായി ഉച്ചഭക്ഷണം ആരാണോ കൊണ്ടുവരുന്നത്, നല്ല ഭക്ഷണം ഉച്ചയ്ക്ക് എനിക്ക് കൊണ്ടുവന്ന് തരുന്ന തോഴി ആരാണോ അവരുടെ കൂടെ ഞാൻ നാളെ മുഴുവൻ താമസിക്കും, ഞാൻ അവരുടെ കൂടെ ആയിരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു അത്രേ. എന്നെക്കാളേറെ സ്വാമിജിക്കറിയാം, സ്വാമിജി ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ വാക്ക് കേട്ട് എല്ലാവരും ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി പിറ്റേ ദിവസം കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ടു. എല്ലാവരും നല്ല ഭക്ഷണവുമായി പുറപ്പെടുകയാണ്. അങ്ങനെ ഭക്ഷണവുമായി ഇവരൊക്കെ പുറപ്പെടുന്ന സമയത്ത് രാധ എന്ന് പറയുന്ന ഗോപിക, അവർ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയുമെങ്കിലും തനിക്കാവുന്നത് ചെയ്തുകൊണ്ട് പുറപ്പെടുകയാണ്. അവിടെ പറയുന്നൊരു ചരിത്രമുണ്ട്. അങ്ങനെ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് വഴിയിൽ ഒരമ്മ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച. ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും ദാരിദ്ര്യത്തിൽ കിടന്ന് പെടയുന്ന ഒരമ്മയുടെ കുട്ടിയായതുകൊണ്ട് ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ അമ്മ ശ്രമിക്കുമ്പോൾ കുട്ടി തട്ടിമാറ്റുകയാണ്. കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. രാധ പോയി നോക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് വാസനയുണ്ട്, ദുർവാസന. എന്നോ ആരോ വലിച്ചെറിഞ്ഞ ഉച്ഛിഷ്ടമാണ്. ആ കുട്ടി അത് കഴിക്കില്ല, അത്രയും വൃത്തികെട്ട ഭക്ഷണം. ഇത് കണ്ടപ്പോൾ രാധക്ക് സഹിച്ചില്ല. അങ്ങനെ ഈ ഗോപിക ശ്രീകൃഷ്ണന് വേണ്ടി തൻ്റെ കയ്യിൽ തയ്യാറാക്കി വെച്ച ഭക്ഷണം കൊടുക്കാൻ മനസ്സിൽ കരുതിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ അമ്മ ഈ കുട്ടി ഇത് കഴിക്കാത്തത് കൊണ്ട് മറ്റെന്തെങ്കിലും ഒന്ന് വഴി ഉണ്ടാക്കണമെന്ന് കരുതി രാധ വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ അമ്മ വേറൊരു വഴിക്ക് അല്പം ഭക്ഷണം തേടിപ്പോയി. രാധ നേരെ വന്ന് ഈ കുട്ടിയെ വളരെ വേദനയോടുകൂടി ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കുട്ടിയെ നല്ല ഭക്ഷണം തീറ്റി. ആ കുട്ടിക്കാണ് ഈ ഭക്ഷണം ഏറ്റവും അർഹമെന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും ഈ അമ്മ എവിടുന്നോ അല്പം കഞ്ഞിയും കൊണ്ടുവന്നു. ആ കഞ്ഞിയും കൊണ്ടുവന്ന് ഈ കഞ്ഞി കണ്ടപ്പോൾ തൻ്റെ കുട്ടിയെ ഊട്ടിയ ഈ രാധയെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി, നന്ദി പറഞ്ഞു. അതിനെ സ്വീകരിച്ചപ്പോഴേക്കും രാധയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇത് കൊണ്ടുപോയി കൊടുക്കണം ഭഗവാന്. ചോറ് പോയി, ഇനി എന്ത് കൊണ്ടുപോയി കൊടുക്കും? അവസാനം ആ കഞ്ഞി സ്വീകരിച്ചിട്ട് ഇതെങ്കിലും ആകട്ടെ എന്ന് കരുതി, എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ എന്ന് കരുതി കൃഷ്ണഭഗവാന്റെ സദസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണത്രേ, പനിച്ച് കിടക്കുകയാണ്. എല്ലാ ഗോപികമാരും നല്ല നല്ല ഭക്ഷണം റെഡിയാക്കിയാണ് വെച്ചിട്ടുണ്ട്. ആരെ ഭക്ഷണവും ദൈവത്തിന് വേണ്ട, ദൈവാവതാരത്തിന് ആരെ ഭക്ഷണവും വേണ്ട. അവസാനം പനിച്ച് കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എനിക്ക് പനിയാണ്, ആരെങ്കിലും കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരാൾ മാത്രമേ കഞ്ഞി കൊണ്ടുവന്നിട്ടുള്ളൂ. ആ കഞ്ഞി നേരെ നീട്ടി ആ കഞ്ഞി കൊടുത്തപ്പോൾ ആ കഞ്ഞി കുടിച്ചു. ഭഗവാനോട് രാധ പറഞ്ഞു അത്രേ, എന്നെ പരീക്ഷിച്ചതല്ലേ, നേരത്തെ ആ കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ വന്നതും ഭഗവാനല്ലേ എന്ന് ചോദിച്ചു അത്രേ. അങ്ങനെ ഒരു കഥയുണ്ട്. വളരെ മനോഹരമായി കൃഷ്ണഭഗവാന്റെ കഥ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ ഈ കുട്ടി പട്ടിണി കിടക്കുമ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ രാധയെ അഭിനന്ദിക്കുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് എന്ന് ഹിന്ദുമതം പറയുന്നു. ഇസ്ലാമിക സമാജത്തെ സംബന്ധിച്ചിടത്തോളം അവൻ സമ്പാദിച്ചു വെച്ച സമ്പത്താണെങ്കിലും അവൻ മറ്റുള്ളവർക്ക് അത് കൊടുക്കണമെന്ന് സക്കാത്തിൻ്റെ മാനദണ്ഡം നമ്മളെ പഠിപ്പിക്കുന്നു. സക്കാത്ത് മാത്രമല്ല, സമ്പന്നൻ്റെ സ്വത്തിൽ പാവപ്പെട്ടവന് അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അത് നമ്മൾ കൊടുത്തേ പറ്റൂ. സക്കാത്ത് കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ അറ്റുപോവുകയാണ്. ഈ ബന്ധങ്ങൾ അറുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത്? ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ നമ്മൾ എന്തിനു പുറത്താക്കി? അവരിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ നമ്മളെങ്ങനെയാണ് ഭരിച്ചത്? അതുപോലെ നമ്മൾ ഇപ്പോഴുമായാൽ യൂറോപ്യൻ ജനസംഖ്യയുടെ 10% ബ്രിട്ടനുള്ളൂ. നിങ്ങൾ ഭൂപടം വെച്ച് പരിശോധിച്ച് നോക്ക്. ലോക ജനസംഖ്യയുടെ 2% ബ്രിട്ടനിലെ ജനങ്ങൾ. അത്രയുള്ളവർ ലോക ജനസംഖ്യയുടെ 2% എന്ന് പറഞ്ഞാൽ 80,823 ചതുരശ്ര കിലോമീറ്ററാണ് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം. ഈ 80,823 ചതുരശ്ര കിലോമീറ്റർ രാജ്യം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യ. ഈ ഇന്ത്യയെ ഭരിച്ചു. നമ്മളെക്കാൾ ഇത്ര തുച്ഛമായൊരു രാജ്യം നമ്മളെ എങ്ങനെ ഭരിച്ചു? ഭിന്നിപ്പിച്ചിട്ട്, ഡിവൈഡ് ആൻഡ് റൂൾ. അതാണ്. അപ്പം നമ്മളെ ഭിന്നിപ്പിച്ച് നിർത്തി വിജയം കൊയ്ത ആളുകൾക്ക് ഇന്നും നമ്മൾ കൃത്യമായി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ആ രീതിയിൽ ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ചരിത്രം നമ്മൾ അവലംബിക്കുകയാണ്. ഈ ഭിന്നത അവസാനിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് കൃത്യമായി നിലനിൽക്കേണ്ടത് സൗഹൃദമാണ്. കാരണം നമ്മുടെ മതേതരത്വം നിലനിൽക്കുന്നത് ആ സൗഹൃദത്തിൻ്റെ തൂണിലാണ്. ആ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ അപകടമുണ്ടാവുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നോക്ക് നിങ്ങൾ. 921 സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരിക്കലും വർഗീയമല്ല. അത് സൗഹൃദത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങളുടെ അതിനെ വർഗീയമാക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇന്നും നമ്മുടെ ഈ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു, സമയത്തിൽ ഒതുക്കണമല്ലോ. 969 ഈ ജില്ല രൂപീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പുതുതലമുറക്ക് മറക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം, പഴയ തലമുറക്ക് മറക്കാൻ കഴിയില്ല. 1969 മാർച്ച് മാസം 6-ാം തീയതി തിരുവനന്തപുരത്ത് VJT ഹാളിൽ
ഈ രാജ്യത്ത് ഇങ്ങനൊരു ജില്ല വരുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. അത് വർഗീയ ജില്ലയാകുമെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ല വരുന്നതിനെതിരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദ പ്രവർത്തനം നടത്തിയിട്ട് തിരുവനന്തപുരത്ത് VJT ഹാളിലാണ് യോഗം ചേർന്നത്. അവിടെ നിന്നാണ് സമരം, മലപ്പുറം ജില്ലാ വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയാണ്. വാജ്പേയിയെ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യിച്ചു മലപ്പുറം ജില്ലയ്ക്കെതിരെയുള്ള സമരം. ഈ ഇന്ത്യയിൽ ഒരു ജില്ല പിറന്നപ്പോഴും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് വർഗീയമാകുമെന്ന് പറഞ്ഞ മലപ്പുറം ജില്ല ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ദിവസം മലപ്പുറത്ത് നാനാജി ദേശ്മുഖിനെയും ഓ രാജഗോപാലിനെ പോലുള്ള ആളുകളെയും RSSന്റെ താത്വികാചാര്യൻ P പരമേശ്വരനെയും കൊണ്ടുവന്ന പ്രസംഗിച്ചത്. മലപ്പുറം ജില്ലയുടെ ചരിത്രം പഠിക്കണം നിങ്ങൾ. മലപ്പുറം ജില്ല ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അന്നും ഇന്നും മലപ്പുറത്തിൻ്റെ ചരിത്രം വർഗീയത കടിപ്പെട്ടില്ല. തൊട്ടടുത്ത ദിവസം നിങ്ങൾ കണ്ടില്ലേ, കോഴിക്കോട്ടെ ബ്രിഡ്ജറ്റ് റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു പെണ്ണ് ക്രൈസ്തവ വനിതയാണ്, ക്രിസ്ത്യാനിയാണ്. അവരെ വിവാഹം കഴിച്ചത് മഞ്ചേരിയിലേക്കാണ്. മഞ്ചേരി ഒരു ഹോസ്റ്റൽ വാർഡനായിരുന്നു. ഭർത്താവ് മരിച്ചു, മിശ്ര വിവാഹമായിരുന്നു. അമുസ്ലിമായ അഥവാ ഹിന്ദുവായ ഭർത്താവ് മരിച്ചപ്പോൾ ഒറ്റപ്പെട്ടു. വീട്ടുകാർ സ്വീകരിക്കുന്നില്ല. നേരെ അവർ വന്നത് മഞ്ചേരിയിൽ നിന്ന് വാടക വീട്ടിൽ നിന്ന് മാറിയിട്ട് അവർ സ്വന്തമായൊരു ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, ആരുമില്ല, മക്കളില്ല, ഒറ്റത്തടിയാണ്. അവർ വന്നിട്ട് നേരെ പൊന്നാട്ട് താമസിച്ചു, എടവണ്ണ പാർക്കടുത്ത്. ആ പൊന്നാട്ട് താമസിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു. ഒരൊറ്റ ക്രിസ്ത്യാനി ആ പ്രദേശത്ത് അവിടെയില്ല, ഒരു ക്രൈസ്തവ സമുദായാംഗവും അവിടെയില്ല. ആ പെണ്ണിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവിടെയുള്ള മുസ്ലിം കുട്ടികൾ, ആ മുസ്ലിം പെണ്ണുങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവർ കൃത്യമായി ആ ശവശരീരം അഥവാ മൃതദേഹം കുളിപ്പിച്ച് വൃത്തിയാക്കി അവർ ഫ്രീസറിൽ വെച്ച് അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഏറ്റെടുത്ത് അവിടെയുള്ള പ്രധാനപ്പെട്ട തഅലീമുൽ ഇസ്ലാം മദ്രസയിൽ കൊണ്ടുപോയി മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച് അതേ മദ്രസയിലേക്ക് കോഴിക്കോട്ടെ CSI ചർച്ചിലെ ഫാദർ വന്ന് മതപരമായ ചടങ്ങ് നടത്തി കോഴിക്കോട്ട് കൊണ്ടുപോയി ആ പെണ്ണിൻ്റെ ശവസംസ്കാരം ക്രൈസ്തവ രൂപത്തിൽ നടത്തിയെങ്കിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിം സ്ത്രീകളും വളരെ കൃത്യമായി ആ ശവശരീരം പരിപാലിക്കാൻ മുന്നോട്ട് വന്നുവെങ്കിൽ ആ മലപ്പുറം ജില്ലയെ വർഗീയമാക്കാൻ ചരിത്രത്തിൽ ഒരുത്തനും കഴിയില്ല എന്നുള്ളത് ഈ ജില്ലയുടെ പാരമ്പര്യമാണ്. പാണക്കാട് സയ്യിദ് കുടുംബത്തിൻ്റെ നേതൃത്വം, ഈ ജില്ലയിലെ ദിശാബോധമുള്ള ജനസമൂഹത്തിൻ്റെ പ്രവർത്തനം, എവിടെയെങ്കിലും മലപ്പുറത്ത് അത്തരത്തിലുള്ള പ്രവർത്തനം നടന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മതങ്ങൾ തമ്മിൽ സൗഹൃദത്തിൻ്റെ ചിത്രമേ ഉണ്ടായിട്ടുള്ളൂ, മാനവിക സൗഹൃദം. എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉദാഹരണം, കോഴിക്കോട് ജില്ലയിലുണ്ട് നടുവണ്ണൂർ എന്ന് പറയുന്നൊരു സ്ഥലം. അവിടെ ചെന്ന് നോക്കൂ നിങ്ങൾ. ഇതുപോലത്തെ സായാഹ്നത്തിൽ മനോഹരമായ കാഴ്ചയുണ്ടായിരുന്നു അവിടെ. OM ഗോവിന്ദൻകുട്ടി നായർ എന്ന് പറയുന്നൊരു നായരുണ്ടായിരുന്നു. നായർ വലിയ മതബോധമുള്ള വ്യക്തിയാണ്, സ്ഥിരമായി അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ്. പക്ഷേ അവിടുത്തെ ഏറ്റവും കൗതുകകരമായ കാഴ്ച, 50 കൊല്ലമായി ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന കുഞ്ഞീദ് മുസ്ലിയാർ എന്ന് പറയുന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. രണ്ടുപേരും മരണപ്പെട്ടു പോയി. വൈകുന്നേരം അസർ നിസ്കരിച്ച് കുഞ്ഞീദ് മുസ്ലിയാർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാത്ത് റോഡിൻ്റെ വക്കിൽ ഗോവിന്ദൻകുട്ടി നായർ ചെന്ന് നിൽക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ട് 2 പേരെയും എനിക്ക് പരിചയമുണ്ട്. ഗോവിന്ദൻകുട്ടി നായർ കാത്തു നിൽക്കും, കുഞ്ഞീദ് മുസ്ലിയാർ പള്ളിയിൽ നിന്ന് ഇറങ്ങും. 2 പേരും ഒന്നിച്ചൊരു ചായ കുടിച്ചിട്ട് നേരെ റോഡിലൂടെ ഈവനിങ് വാക്കാൻ നടന്നിട്ട് മഗ്‌രിബിൻ്റെ മുമ്പ് അദ്ദേഹം തിരിച്ചെത്തും. ഈ നടത്തം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു ദിവസം ബഹുമാന്യനായ ഉസ്താദ് പള്ളിയുടെ ഹൗദങ്കരയിൽ വീണു, ഒരു പരിക്ക് പറ്റിയപ്പോൾ ഉസ്താദ് ആദ്യം വിളിച്ചത് ഗോവിന്ദൻകുട്ടി നായരെയാണ്. ഗോവിന്ദൻകുട്ടി നായരെ കാറിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിലാക്കിയിട്ട് ഗോവിന്ദൻകുട്ടി നായരാണ് ലീവ് എഴുതിയിട്ട് പള്ളി കമ്മിറ്റി കൊടുക്കുന്നത്. ഗോവിന്ദൻകുട്ടി നായരാണ് ലീവ് കൊടുത്തത്. നിങ്ങൾ ഓർക്കണം, ഈ ഗോവിന്ദൻകുട്ടി നായർ ഗുരുവായൂരിലേക്ക് പോകുമ്പോഴാണ് ഉസ്താദ് വീട്ടിൽ പോവുക. അദ്ദേഹത്തിൻ്റെ വീട് വളാഞ്ചേരിയിലാണ്. വളാഞ്ചേരി കൊടുമുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കോഴിക്കോട്ട് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ വളാഞ്ചേരി നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് വരെ കൊണ്ടാക്കും. ഗോവിന്ദൻകുട്ടി നായർ സിയാറത്ത് ചെയ്തിട്ട്, അഥവാ അദ്ദേഹം നേരെ പോയിട്ട് ഗുരുവായൂർ സന്ദർശനം നടത്തിയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഉസ്താദിനെടുത്തിട്ട് നേരെ കൊണ്ടുപോകും. ഇതൊരു പതിവ് കാഴ്ചയായിരുന്നു. 2 പേരും മരണപ്പെട്ടു പോയി. ആ രീതിയിൽ പള്ളിയിലെ ഉസ്താദും നാട്ടിലെ പ്രമുഖനായ നായരും, നിങ്ങൾ ഓർക്കണം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ നായർ കുടുംബത്തിലെ പ്രമുഖനായ ഒരു വ്യക്തി ഇദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞ വാചകം, ഞങ്ങളുടെ മുത്തച്ഛൻ ഞങ്ങൾക്ക് കൃത്യമായൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ കൃത്യമായി വളരെ വ്യക്തമായി ആ പള്ളിയിലെ ഗുരുനാഥനെ ബഹുമാനിക്കണം. അയാൾ എൻ്റെ അടുത്ത സുഹൃത്താണത് വസിയത്ത് ചെയ്തിട്ട് അയാൾ മരിച്ചു പോയത്. ഈ സൗഹൃദ പാരമ്പര്യമുള്ള നാടായത്. ആ നാടിൻ്റെ മണ്ണിലാണ് ചില ആളുകൾ വർഗീയതയുടെ വിഷവിത്ത് ഇറക്കിക്കൊണ്ട് അപകടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതനുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്‌ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഓമല എന്ന് പറയുന്നൊരു പെണ്ണാണ്. ഓമല എന്താ വിഷയം? അവർ പാവങ്ങളാണ്, യാതൊരു സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബമാണ്. ആ ഓമല കരഞ്ഞപ്പോൾ ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്ര കരയാൻ മാത്രം? ആ പെണ്ണ് പറഞ്ഞു, എൻ്റെ മകൾ സുജാതയെ കെട്ടിക്കാൻ സ്വർണം തന്നതും പണം തന്നതും ആ ഉസ്താദാണ്. അദ്ദേഹം അന്ന് UAE ജോലി ചെയ്യാൻ. ആരും അറിയാതെ ആ പെണ്ണിനെ കെട്ടിക്കാൻ പണ്ടം കൊടുത്തു. ആ മുസ്ലിം സ്ത്രീക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. ഖാദിരിയ ത്വരീഖത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും
മതപരമായ പ്രവർത്തനത്തിൽ ഊന്നി നിൽക്കുമ്പോഴും അമുസ്ലിമായൊരു പെണ്ണിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇതാണ് മനുഷ്യത്വം. ഈ മനുഷ്യത്വത്തെ നമുക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കണം, ഇതിവിടെ നിലനിർത്തണ്ടേ? ഇതല്ലേ മനുഷ്യ സൗഹൃദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ് ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ ഞാൻ പോകുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ കഥ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു. പത്രത്തിൽ വാർത്ത പിന്നെ വന്നു, ഞാനത് വെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അട്ടേങ്ങാനം എന്ന് പറയുന്ന പ്രദേശമുണ്ട് കാസർഗോഡ്. അവിടെ ഈ ഒരു അമ്പലത്തിൽ വലിയ ഉത്സവം നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സപ്താഹയജ്ഞം, ഭാഗവത സപ്താഹയജ്ഞം, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സപ്താഹയജ്ഞമാണ്. ആ യജ്ഞം നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സ്ഥിരമായി അമ്പലത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാവും. അങ്ങാടി മുഴുവൻ അലങ്കരിച്ച് അങ്ങാടിയിൽ മുഴുവൻ അവർ സൗണ്ട് സിസ്റ്റം വെച്ച് മനോഹരമായി ആ പരിപാടി നടത്തുകയാണ്. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, അവിടെ അമുസ്ലിം സഹോദരങ്ങൾ കൂടുതലുണ്ട്. പക്ഷേ അവർ മാന്യമായി ചെയ്തൊരു പ്രവർത്തനം എന്താണെന്നറിയുമോ? അവർ ഈ സൗണ്ട് സിസ്റ്റവും ലൈറ്റും ഒക്കെ വെച്ചിട്ട് അവർ രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അമ്പലത്തിൻ്റെ ക്യാമ്പസിലുള്ളതിന് വേറെ സ്വിച്ചും ഈ പുറത്തേക്കുള്ളതിന് വേറൊരു സ്വിച്ചും വെച്ചിട്ട് പുറത്തേക്കുള്ളതിൻ്റെ ഒരു സ്വിച്ച് നേരെ പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ തൊട്ട് അടുത്താണ് പള്ളി. ഇതുപോലെ നിൽക്കുന്ന പള്ളിയാണ്. ഇത് അമ്പലമാണെങ്കിൽ ഇതുപോലെ പള്ളി റോഡിനപ്പുറത്താണ്. അമ്പലത്തിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ മുറ്റത്ത് മാത്രം കേൾക്കത്തക്ക വിധം സൗണ്ട് സിസ്റ്റം പരിമിതപ്പെടുത്തിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി ഒരു സ്വിച്ച് വെച്ച് കൊടുത്തു. പള്ളിയിലൊരു ഇമാമുണ്ട്, കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം ബാങ്ക് വിളിക്കാൻ സമയമായാൽ ഓഫാക്കിയാൽ അങ്ങാടിയിൽ എവിടെയും പിന്നെ ശബ്ദം ഉണ്ടാവില്ല. ശബ്ദം ഈ ക്യാമ്പസിൽ മാത്രം കേൾക്കും. സപ്താഹയജ്ഞം നിർത്തൂല, അത് നിരന്തരമായി യാമം മുറിയാതെ പോകേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ഓഫാക്കിയാൽ അങ്ങാടിയിൽ ഒരു ശബ്ദവും ഉണ്ടാവില്ല, പള്ളിക്ക് ശല്യമില്ല. പള്ളിയിൽ ബാങ്കും നിസ്കാരവും കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഓണാക്കി കൊടുക്കും, അങ്ങാടിയിലൊക്കെ കേൾക്കും. എന്തൊരു സൗഹൃദം! എന്താണ് കുഴപ്പം? ആ പ്രവർത്തനത്തിന് ആർക്കും ഒരു പരാതിയുമില്ല. ആ രീതിയിൽ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെയ്യുക. ഇത് മാറ്റിയിട്ട് ജനങ്ങൾ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധമായ ലക്ഷ്യത്തിന് വേണ്ടി ദുഷിച്ച മാർഗം സ്വീകരിക്കലാണ് തീവ്രവാദം. ലക്ഷ്യം വിശുദ്ധമായിരിക്കും, മാർഗം ദുഷിച്ചതായിരിക്കും. വിശുദ്ധ ലക്ഷ്യത്തിന് വേണ്ടി ദുഷിച്ച മാർഗം സ്വീകരിച്ചാൽ തീവ്രവാദമാകും. അതേസമയത്തോ വൃത്തികെട്ട ലക്ഷ്യത്തിന് വേണ്ടി വിശുദ്ധ മാർഗം സ്വീകരിച്ചാൽ കാപ്പട്യമാകും. അത് മുനാഫിക്കിൻ്റെ പണിയാണ്. അതൊന്നും ചെയ്യാതെ മാനവികമായ രീതിയിൽ നമുക്ക് ചിന്തിക്കണം. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനമുണ്ട്. കേവലം നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലൊന്നും പോരാ. അൽ മുഅ്മിനു മൻ അമിനഹുന്നാസ്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും സുരക്ഷിതരാകണം. അലാ ദിമാഇഹിം വ അംവാലിഹിം. ഒരാളുടെ സ്വത്തിനോ അതുപോലെ തന്നെ അയാളുടെ രക്തത്തിനോ ഒരു പോറലും ഒരു മുഅ്മിൻ്റെ ഭാഗത്ത് നിന്ന് വരികയില്ല. അതാണ് മുഅ്മിനിൻ്റെ യഥാർത്ഥ നിർവചനം. മുഅ്മിനായൊരു മനുഷ്യനാണെങ്കിൽ, അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവനെ കൊണ്ട് വേറൊരാളെ സ്വത്തോ രക്തമോ ഹനിക്കപ്പെടുകയില്ല. അമിനാകും. അവർ വിശ്വസ്തരാണെന്ന് പറഞ്ഞാൽ എന്താ? അലാ ദിമാഇഹിം വ അംവാലിഹിം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു മുസ്ലിമിന് ഉയരാൻ കഴിയണം. എല്ലാ മതത്തിലും ഇതുപോലത്തെ നിർദ്ദേശമുണ്ട്. ഞാൻ നേരത്തെ ഹൈന്ദവ സഹോദരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ശത്രുത വാങ്ങുകയില്ല, തത്തമന്ന ഉലിക്ക അല്ലത് ഈ ശത്രുവിനെ കാണാൻ തന്നെ നിങ്ങൾ ആഗ്രഹിക്കരുത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പാണക്കാട് സയ്യിദ് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, കോട്ടക്കുന്നിൽ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ശരത് എന്ന് പറയുന്നൊരു പാവം തൊഴിലാളി നാട്ടുകാരെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാതെ പാണക്കാട്ടെ തങ്ങന്മാർ കൂടിയിരുന്നിട്ട് അവരെ പൈസ എടുത്തിട്ട് ആ ശരത് എന്ന് പറയുന്ന ഒരാൾക്ക് സ്വന്തമായൊരു വീടുണ്ടാക്കി കൊടുത്തു. ഒരു ഹൈന്ദവ സുഹൃത്തിന് വീടുണ്ടാക്കി കൊടുക്കാൻ മാത്രം വിശാലമായ മനസ്സ് അള്ളാഹു കൊടുത്ത ഒരു വലിയ കുടുംബത്തിലെ കണ്ണി നാടിലിറങ്ങി സൗഹൃദമുണ്ടാക്കുമ്പോൾ അത് കേരളത്തിൻ്റെ പാരമ്പര്യത്തിൽ മികച്ചതായിരിക്കുമെന്നാണ് നമ്മൾ പറയേണ്ടത്. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയത്തിൻ്റെ കുറവ് മൂലം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. മനുഷ്യർ തമ്മിൽ അടുത്ത് നിൽക്കാൻ പ്രയാസമാണ്, അകൽച്ചയ്ക്ക് ഏറ്റവും എളുപ്പമുണ്ട്. അടുത്ത് നിൽക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത് ആളുകളെ മുഴുവൻ ഭിന്നിപ്പിച്ച് എങ്ങനെ മുതലെടുക്കാമെന്നതാണ്. യഥാർത്ഥ ബ്രിട്ടീഷ് തന്ത്രമാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൻ്റെ പറ്റന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി, പൂർവാന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭരിക്കുന്ന കക്ഷി വരെ ഈ ഒരു വർഗീയത സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ അവരുടെ പാർട്ടിയുടെ സെക്രട്ടറി പ്രസ്താവിച്ച് നിങ്ങൾ കേട്ടു ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച്. ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടം ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന്. ഇതേത് മാനദണ്ഡം വെച്ചാണ് അളക്കുന്നത്? എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടണം. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എല്ലാം രാജ്യത്തിന് ആപത്താണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളരുത്. ആ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം, ആ സ്വഭാവം മറ്റുള്ളവർക്ക് ആകർഷണീയമാകണം. നമ്മളങ്ങനെ ചെയ്യണം. ഹൈന്ദവ സഹോദരങ്ങൾ അങ്ങനെ ചെയ്യണം, ക്രൈസ്തവ സഹോദരങ്ങൾ അങ്ങനെ ചെയ്യണം. അതാണ് വേണ്ടത്. ടെറി ഗോൾഡ് ബ്രൂക്സ് എന്ന് പറയുന്ന ആൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അയാൾ ഗോണ്ടനാമ ജയിലിൻ്റെ കീപ്പറാണ്. ആ ജയിലിലെ തടവ് അറയിലേക്ക് കിടക്കുന്ന ആളുകളെ ശരിക്കും സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കാവൽ നിൽക്കുന്ന ആളാണ്. അയാൾ മുസ്ലിമായി BBC അടക്കമുള്ള ചാനലുകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ മുസ്ലിമാകാൻ കാരണം? അയാൾ പറഞ്ഞു, ഗോണ്ടനാമ തടവറയിൽ പിടിച്ചിട്ട മുസ്ലിങ്ങളുടെ ചില പെരുമാറ്റമാണ് എന്നെ മാറ്റിയത്. മുസ്ലിം സഹോദരൻ്റെ പെരുമാറ്റം, അവരുടെ ജീവിത രീതി, ആ ജീവിത രീതിയിൽ എനിക്ക് കണ്ടപ്പോൾ ആ മതത്തിലേക്ക് എനിക്ക് പോകണമെന്ന് തോന്നി.
അതാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ സംസ്കാരം കണ്ടുകൊണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പഠിക്കും. ഇസ്ലാം എന്ന് പറയുന്നത് കൂടുതൽ പ്രസംഗങ്ങളല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പോലും ഏറ്റവും വലിയ പ്രസംഗം ഹജ്ജത്തുൽ വദാഇൽ നടത്തിയപ്പോൾ ഒരു 8 മിനിറ്റ് പ്രസംഗം നടത്തിയത്. ബാക്കിയൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ജീവിതമാണ് പ്രധാനം. നമ്മൾ ശരിക്കും ഇസ്ലാമിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഏത് ജാതി മതസ്ഥരും നമ്മളെ കണ്ടാൽ ഇതാണ് മതമെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഒരു മതക്കാരനെയും നിർബന്ധിച്ച് മതം മാറ്റലല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ മതം മാറ്റാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അതാണ് ഇസ്ലാം ചോദിച്ചത്, അഫ അന്ത തുക്രിഹുന്നാസ, ജനങ്ങളിൽ ബലപ്രയോഗം നടത്തുകയാണോ? ഹത്തായക്കൂനു മുഅ്മിനീൻ, അവർ മുഅ്മിനാകാൻ വേണ്ടി പറ്റില്ല. പിന്നെ എന്തു ചെയ്യണം? നീ ജീവിച്ച് കാണിച്ചു കൊടുത്തോ. നിന്റെ ജീവിതം അവർക്ക് തൃപ്തികരമാണോ? എന്നാൽ അവർ വിശ്വസിക്കട്ടെ. അതുകൊണ്ടല്ലേ ഖുർആൻ ആദ്യം ഇഖ്റ എന്ന് പറയാൻ കാരണം പഠിച്ചോളൂ എന്ന്, അല്ലെങ്കിൽ വിശ്വസിച്ചോളൂ എന്നല്ലേ മതവിശ്വാസികളോട് പറയേണ്ടത്. ഇഖ്റ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മതവിശ്വാസികളുടെ പാരമ്പര്യത്തിൻ്റെ കണ്ണിയായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളാണ് ഇന്ന് ആ കുടുംബത്തെ നയിക്കുന്നത്. ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. അവർ നയിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ മാനമുണ്ട്. അതൊരിക്കലും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വർഗീയതയുടെ ഒരു അടയാളമായിട്ടില്ല. ആ പാണക്കാട്ടേക്ക് ആരെങ്കിലും പോകുമ്പോഴേക്കും അതിനെ വർഗീയമായി ചിത്രീകരിക്കുന്ന കാലഘട്ടം വരെ ഉണ്ടായി. ഇന്ന് വരെ ഇല്ലാത്തൊരു ട്രെൻഡാണത്. പാണക്കാട്ടേക്ക് ചില രാഷ്ട്രീയ നേതാക്കന്മാർ പോകുമ്പോഴേക്കും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ആളുകൾ തീർച്ചയായും കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷത്തെ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അവർ ഭൂരിപക്ഷ വർഗീയത പ്രീണിപ്പിച്ചുകൊണ്ട് എങ്ങനെ അധികാരം കൈയടക്കാമെന്ന് ശ്രമിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അധികാരം നേടാനും പണം നേടാനും സ്വാധീനം നേടാനും വർഗീയതയെ ആര് കൂട്ടിപ്പിടിക്കുകയാണെങ്കിലും അത് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ പാരമ്പര്യത്തിന് അനുയോജ്യമല്ലെന്ന് ഒരു തിരുത്തൽ ശക്തിയായി സമൂഹത്തിൽ പറയാൻ ഒരുങ്ങിയിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ എല്ലാ അർത്ഥത്തിലും അളവിലും അഭിനന്ദിച്ചുകൊണ്ട് ഈ നല്ല പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ നിങ്ങൾക്കിത് വിജയിപ്പിക്കാൻ എല്ലാ തൗഫീഖും അല്ലാഹുവിൽ നിന്നുണ്ടാവട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ ജാതി മതസ്ഥരുമായി സൗഹൃദം പങ്കിട്ട് നല്ല നിലയിൽ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ, ഒരിക്കലും ഒരു വർഗീയതയോ കലാപമോ ഇല്ലാതെ സ്വൈരക്കേടില്ലാത്തൊരു സമൂഹമായി ജീവിക്കാൻ നമുക്ക് അവസരമുണ്ടാകട്ടെ എന്ന പ്രത്യാശയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ മഗ്രിബിന് സമയമായി ഒരു 5 മിനിറ്റ് കൂടി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി നൗഷാദ് മണ്ണിശ്ശേരി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കും. വലിയൊരു സന്തോഷം പറയാനുള്ളത്, ഇതേ മാതൃകയിലാണ് മലപ്പുറം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തിലും ഈ സദസ്സ് സംഘടിപ്പിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതേപോലെ ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ തീർത്തത് ഈ പ്രദേശത്തെ പൂക്കോട്ടൂരിലും പരിസര പ്രദേശത്തുമുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ്. വേറെ ഇവിടെ വന്നിരിക്കുന്നതും ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളാണ്. അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഇവിടുത്തെ മുഴുവൻ യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളെ ഈ സദസ്സിൽ വെച്ച് അഭിവാദ്യം ചെയ്യാൻ, അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട നൗഷാദ് സാഹിബ് നമ്മളോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ, അഭിവന്ദ്യനായ ഉസ്താദ് അബ്ദുസമദ് പൂക്കോട്ടൂർ, സാമി, വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ, നമ്മൾ സൗഹൃദ സന്ദേശയാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തികച്ചും വ്യക്തമായി വരച്ചു കാട്ടുന്ന നല്ല ഒരു ചടങ്ങാണ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PV മനാഫ് അരീക്കോട് നമ്മളോട് 2 വാക്ക്. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഷരീഫ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചരിത്രഭൂമിയിൽ കാലത്തിൻ്റെ വെല്ലുവിളി അതിജീവിക്കാൻ ഈ ഭൂമിക ഇതിൻ്റെ ഉദ്ഘാടനത്തിന് തിരഞ്ഞെടുത്ത മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയും ഈ മനോഹരമായ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ജില്ലയിൽ അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പരിവർത്തനം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ തുടക്കം ഗംഭീരമായി ഒടുക്കം വരെയും ഇതുപോലെയുള്ള മനോഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. യൂത്ത് ലീഗിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ PA സലാം സാഹിബ്. ഹലോ, അതോട് നിങ്ങൾ പറഞ്ഞാൽ നന്ദി പറയാം. അസ്സലാമു അലൈക്കും. ഇനി സംസാരിക്കുന്നില്ല. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ സദസ്സ് വളരെ ഗംഭീരമാക്കി തീർത്ത മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്
ഈ സദസ്സ് ഇവിടെ ഒരു ഉദ്ഘാടന സദസ്സ് സംഘടിപ്പിച്ച ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ട്രഷറർ ബാവ നന്ദി പറയും. അസ്സലാമു അലൈക്കും. നമ്മളുടെ സദസ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇനിയുള്ള ഒരാഴ്ചക്കാലം പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ ഇതുപോലെ മനോഹരമായ മാനവിക സൗഹൃദ സദസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളെ അറിയിക്കുകയാണ്. ആദ്യമായി വളരെ മനോഹരമായി വളരെ പരിമിതമായ സമയത്തിനകത്ത് ഈ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങ് ഇവിടെ അവസാനിച്ചത് അറിയിക്കും.